കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാനാഷായി. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് പുതിയൊരു വിഭവമായിട്ടാണ്. ഇന്നൊരു ഇടിച്ചക്ക ഉണ്ടാക്കണം. നമ്മൾ 300 ഗ്രാം വലിപ്പം വരുന്ന ഒരു ഇടിച്ചക്ക ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഒന്ന് റെഡിയാക്കി എടുക്കാം കൂട്ടുകാരെ. അപ്പോൾ കൂട്ടുകാരെ, ഈ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിന് നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഓക്കെ. അപ്പോൾ കൂട്ടുകാരെ, ഇതേപോലെ നമുക്ക് എടുക്കാൻ പറ്റും. ഇതേപോലെ റൗണ്ടിന് കട്ട് ചെയ്ത്, അപ്പോൾ നമുക്ക് അതിൻ്റെ നടുക്കത്തെ ഈ പൂഞ്ചെന്ന് പറയുന്ന സാധനം നമുക്ക് വേണ്ട കൂട്ടുകാരെ. അപ്പോൾ അതിനെ നമുക്ക് റിമൂവ് ചെയ്യും. അതിനെ നമുക്ക് വേണ്ട. അപ്പം ഈ നടുക്കത്തെ സാധനത്തിന് പൂഞ്ചിനെ നമ്മൾ കളയുക. എന്നിട്ട് നമ്മൾ ഈ റൗണ്ടിന് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ നടുക്ക് ഇതേപോലെ റൗണ്ട് ഷേപ്പിന് നമുക്ക് നല്ല രീതിയിൽ കിട്ടും. ഓക്കെ. നമുക്കിനി ഇതിനെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് മഞ്ഞൾപ്പൊടിയും ശകലം വെള്ളം ഒഴിച്ച് അടുപ്പി വെച്ച് ഇതിനെ ഒന്ന് വേവിക്കാം. 10 മിനിറ്റ് ടൈമേ നമുക്ക് വരുന്നുള്ളൂ ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പം നമുക്കത് ചെയ്യാം. ഇടിച്ചക്ക ഇവിടെ ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ശകലം മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് അടുപ്പിൽ വയ്ക്കാം. അപ്പോൾ കൂട്ടുകാരെ, നല്ലപോലെ വെന്തിട്ടുണ്ട്. അതിനെ നമ്മൾ ആവി ഇറക്കുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് അമ്മിയിൽ വെച്ച് ചതച്ചെടുക്കാം. അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഉടച്ചെടുത്താലും മതി. പക്ഷേ നമ്മൾ അമ്മിയിൽ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ കൂട്ടുകാരെ, അത് അമ്മിയിൽ വെച്ച് നന്നായിട്ട് ഇടിച്ചക്ക ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിച്ചക്ക തോരത്തിന് വേണ്ടി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് പരിചയപ്പെടുത്താം. ഇത് 2 വറ്റൽമുളക്, പിന്നെ 2 കൊച്ചുള്ളി, 4 കാന്താരി മുളക്, 4 വെളുത്തുള്ളി, 3 അല്ലി കറിവേപ്പില, 2 കൊച്ചുള്ളി, പിന്നെ ആവശ്യത്തിന് ഞാൻ 1/2 കപ്പാണ് തേങ്ങ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പെരിഞ്ചീരകമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. എല്ലാവരും ജീരകമാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഞാൻ പെരിഞ്ചീരകം എടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് പൂഞ്ച് തോരത്തിന് ഇടിച്ചക്കയ്ക്കും നല്ല ടേസ്റ്റും രുചിയും മണവും കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. ഇത്രയും മതി. ഇനി നമുക്ക് തയ്യാറാക്കാം. ഓക്കെ. ഇനി നമുക്ക് കടുക് വറുക്കുന്ന കാണാം. അടുപ്പത്തേക്ക് നമ്മൾ വെച്ച് കൊടുത്ത് കടുക് വറുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കുറച്ച് ആവശ്യത്തിന് വേണ്ടിയിട്ട് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓയിൽ ഒഴിച്ച് ഇനി അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 അല്ലി കറിവേപ്പില, കുറച്ച് കടുക്, ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഉഴുന്ന്, ഇത്രയും ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഓക്കെ. നമ്മൾ കടുക് നമ്മൾ നന്നായിട്ട് പൊട്ടുന്നുണ്ട്. അതുപോലെ കടുക് പൊട്ടി വന്നതിന് ശേഷം 2 വറ്റൽമുളക്, ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. എരി നമുക്ക് അധികം, നമ്മൾ കാന്താരി ഇട്ടത് കൊണ്ട് നമുക്ക് എരി അധികം വേണ്ട. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് 2 പേരിന് വേണ്ടിയിട്ട് വറ്റൽമുളക്, ഉഴുന്നും കടുവും എല്ലാത്തിനും നല്ല മണവും വരുന്നുണ്ട്. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇടിച്ചക്ക ഇട്ട് കൊടുക്കാം. ഇതാണ് ഇടിച്ചക്ക. നമുക്ക് ഇട്ട് കൊടുക്കാം. കടുവിലേക്ക് നമ്മൾ ഇടിച്ചക്ക ഇട്ട് കൊടുത്ത് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പെരിഞ്ചീരകം, വെളുത്തുള്ളി, കൊച്ചുള്ളി, തേങ്ങ, മഞ്ഞൾപ്പൊടി, നമുക്ക് കറിവേപ്പില, നമ്മളെല്ലാം മിക്സായിട്ട് നന്നായിട്ട് അമ്മയിലിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി നമുക്കിതിനൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. അതേ, നമ്മളെ ഇടിച്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. ഈ ഇടിച്ചക്ക മാത്രം മതി കൂട്ടുകാരെ. നമുക്ക് ഒരു പാത്രം ചോറ് നമുക്ക് തിന്നാലും മതി. അത്ര ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. എന്നിട്ട് നിങ്ങളെ റിസൾട്ട് പറ. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. നമുക്ക് ഏറ്റവും നല്ലൊരു ഫുഡായിട്ട് നമുക്ക് ഇടിച്ചക്കത്തോരൻ. ഈ ഇടിച്ചക്കത്തോരൻ മാത്രം മതി ചോറ് കഴിക്കാം. മീൻ കറിയോ ഒന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയും. ഓക്കെ.